ഹലോ ഫ്രണ്ട്സ്, അർബൻ ട്രാവലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഒരു യാത്ര എന്ന് വെച്ചാൽ മൺസൂൺ കാലത്തുള്ള ഒരു അതിരപ്പള്ളി യാത്രയാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിരപ്പള്ളി എത്തുന്നതിന് മുമ്പുള്ള വ്യൂ പോയിൻ്റാണ് വീഡിയോ കാണുന്നത്. ഇവിടെ നിന്ന് നോക്കിയാൽ നമുക്ക് അതിരപ്പള്ളിയുടെ ഒരു വിദൂര ദൃശ്യം കാണാവുന്നതാണ്. അത്യാവശ്യം നല്ല തിരക്കുള്ള ദിവസമാണ്, ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ നല്ലൊരു തിരക്ക് നമുക്കിവിടെ കാണാൻ സാധിക്കും. അതിരപ്പള്ളിയിലേക്കുള്ള പ്രവേശന ടിക്കറ്റ് 50 രൂപയാണ്. മുതിർന്നവർക്ക്. അത്യാവശ്യം നല്ല തിരക്ക് നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇവിടെ നിന്നും ടിക്കറ്റ് എടുത്ത് നേരെ അകത്ത് പ്രവേശിക്കാവുന്നതാണ്. പ്രധാന കവാടം കഴിഞ്ഞ ശേഷം ഏകദേശം 5 മിനിറ്റ് നടന്നാൽ മാത്രമേ നമുക്ക് അതിരപ്പള്ളിയിലേക്ക് എത്താൻ സാധിക്കുള്ളൂ. പോകുന്ന വഴിക്ക് തന്നെ അതിമനോഹരമായ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ചുറ്റും നല്ല പച്ചപ്പ് നിറഞ്ഞ മരങ്ങളും ചെറിയ ചെറിയ കുടിലുകളും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ്. നടന്നു പോകാൻ പറ്റാത്തവർക്ക് വേണ്ടി വീൽ ചെയർ പോകുന്ന പ്രത്യേക ഒരു ട്രാക്ക് നമുക്ക് ഈ പോകുന്ന വഴിക്ക് തന്നെ കാണുവാൻ സാധിക്കും. അതുകൊണ്ട് എല്ലാ തരത്തിലുള്ള ആളുകൾക്കും ഈ അതിരപ്പള്ളിയുടെ ദൃശ്യം നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നതാണ്. മൂന്നാല് ദിവസമായിട്ട് നല്ല മഴയുള്ളത് കൊണ്ട് തന്നെ അത്യാവശ്യം നല്ല വെള്ളം നമുക്ക് ഈ അതിരപ്പള്ളി കാണാൻ സാധിക്കുന്നതാണ്. അത്യാവശ്യം നല്ലൊരു വെള്ളച്ചാട്ടം തന്നെ ഇവിടുന്ന് നമുക്ക് താഴേക്ക് നോക്കിയാൽ കാണാവുന്നതാണ്. നല്ല കോടമഞ്ഞും ഇഷ്ടംപോലെ പച്ചപ്പ് നമുക്കിവിടെ കാണാൻ സാധിക്കും. കാലത്ത് 8:30 മുതലാണ് അതിരപ്പള്ളിയിലേക്കുള്ള പ്രവേശനം നിശ്ചയിച്ചിരിക്കുന്നത്. ഞാൻ കാലത്ത് 9 മണിക്ക് ശേഷമാണ് എത്തിയത്. എന്നിട്ട് പോലും നല്ല തിരക്ക് നമുക്കിവിടെ അനുഭവപ്പെടുന്നുണ്ട്. വേനൽക്കാലത്ത് വളരെ വെള്ളം കുറവായതുകൊണ്ട് തന്നെ അതിരപ്പള്ളി കാണുവാൻ ഒരു ഭംഗിയില്ലാത്ത സ്ഥിതിയിലാണ്. പക്ഷേ മഴ സീസൺ ആയിക്കഴിഞ്ഞാൽ അതിരപ്പള്ളിയുടെ ഭംഗി വേറൊരു രീതിയിലാണ്. ശരിക്കും അത് കാണണമെങ്കിൽ നമ്മൾ ഈ മഴയുള്ള സമയത്ത് തന്നെ അതിരപ്പള്ളിയിലേക്ക് വരേണ്ടതാണ്. അതിരപ്പള്ളിയുടെ മുകളിൽ നിന്നും ഏകദേശം 400 മീറ്റർ താഴേക്കാണ് ഇനി ഇറങ്ങേണ്ടത്. ഇവിടെ നിന്നും ഇറങ്ങി ചെല്ലും നേരെ കാണുന്നത് അതിരപ്പള്ളി വാട്ടർഫാൾസിന്റെ താഴത്ത് നിന്നുള്ള വ്യൂ ആണ്. താഴെ നിന്ന് നോക്കുമ്പോൾ മാത്രമാണ് അതിരപ്പള്ളി വാട്ടർഫാൾസിന്റെ അതിമനോഹരമായ ദൃശ്യം നമ്മുടെ മനസ്സിൽ പതിയുന്നത്. പല സിനിമകളിലെയും ലൊക്കേഷനുകളാണ് ഈ അതിരപ്പള്ളി വാട്ടർഫാൾസ്. അതിരപ്പള്ളി വാട്ടർഫാൾസിന്റെ മുകളിൽ ഉള്ളതിനേക്കാൾ 10 ഇരട്ടി ആളുകളാണ് താഴെ അത് നേരിട്ട് കാണുവാനായിട്ട് എത്തിയിരിക്കുന്നത്. ഒരു കൂട്ടം യുവാക്കൾ പാറയുടെ മുകളിൽ നിന്നും ഈ വാട്ടർഫാൾസിന്റെ ഭംഗി ആസ്വദിക്കുന്നത് നമുക്കിവിടെ കാണാൻ സാധിക്കും. മുകളിൽ നിന്ന് വീഴുന്ന വെള്ളം പാറയിൽ തട്ടി ചെറിയ മഞ്ഞുകണങ്ങൾ പോലെ തെറിച്ചു പോകുന്നത് നമുക്ക് ഇവിടെ ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ സാധിക്കുന്നത്. യുവാക്കളാണ് അധികവും താഴെയുള്ള വാട്ടർഫാൾസ് ഇറങ്ങി നിൽക്കുന്നത്. കാരണം ഈ സ്റ്റെപ്പ് ഇറങ്ങി വരിക എന്നുള്ളത് തന്നെ വെച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എന്നാലും താഴെ വന്നാൽ മാത്രമേ ഈ അതിരപ്പള്ളിയുടെ അതിമനോഹരമായ ദൃശ്യം നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. മഴ സീസൺ ആയതുകൊണ്ട് അതിരപ്പള്ളിയുടെ കാലാവസ്ഥ ഇടയ്ക്കിടയ്ക്ക് മാറിക്കൊണ്ടിരിക്കും. ചിലപ്പോൾ നല്ല മഴ പെയ്യും, കുറച്ച് കഴിയുമ്പോൾ വെയിൽ വരും. അപ്പോൾ അതിരപ്പള്ളി സന്ദർശിക്കുന്നവർ മസ്റ്റായിട്ടും ഒരു റെയിൻ കോട്ടോ അല്ലെങ്കിൽ ഒരു കുടയോ കയ്യിൽ കരുതേണ്ടതാണ്.
അതിരപ്പള്ളി കാണുവാൻ വരുന്നവർ ഒരു കാരണവശാലും സാഹസിക പ്രവർത്തനങ്ങൾക്കൊന്നും മുതിരരുത്. കാരണം പാറയിൽ തട്ടി വീണ് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല പരിക്കേൽക്കാൻ ചാൻസ് ഉണ്ട്. നമ്മൾ വാച്ച് ചെയ്യുന്നതിന് വേണ്ടി ഒരു സെക്യൂരിറ്റി ഗാർഡും ഈ അതിരപ്പള്ളി വാട്ടർഫാൾസിന് താഴെ തന്നെ നമുക്ക് കാണുവാൻ സാധിക്കുന്നതാണ്. അതിരപ്പള്ളി കാണാൻ വരുന്നവർ മസ്റ്റായിട്ടും തന്നെ താഴത്തുള്ള വ്യൂവും വന്ന് കാണേണ്ടതാണ്. അതിമനോഹരമായ ഒരു വ്യൂ ആണ് താഴെ നിന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അതിരപ്പള്ളി വാട്ടർഫാൾസിനകത്ത് തന്നെ നമുക്ക് ചായകളും മറ്റും കുടിക്കുന്നുള്ള സ്നാക്സ് വിൽക്കുന്ന കടകളുമുണ്ട്. കൂടെ ഐസ്ക്രീം അങ്ങനെ മറ്റുള്ള എല്ലാ സൗകര്യങ്ങളും ഇവിടെ നമുക്ക് സന്ദർശകർക്കായി ഒരുക്കിയിട്ടുണ്ട്. അതിരപ്പള്ളി വാട്ടർഫാൾസിൻ്റെ ചെറിയ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടാതെ ഈ ചാനൽ ഇഷ്ടപ്പെട്ടതെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.